നമസ്കാരം. തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സൈക്കോളജിസ്റ്റ് ഇല്ലാത്തതിനാൽ വലഞ്ഞ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ. ആശുപത്രിയിൽ ആകെയുള്ള സൈക്കോളജിസ്റ്റ് ഗർഭകാല അവധിക്ക് പോയിരിക്കുന്നതിനാൽ കുട്ടികളുടെ പരിശോധനകൾക്കും മറ്റുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഓട്ടിസം പോലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളുടെ IQ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ പോലും എഴുതാൻ അനുവാദമുള്ളൂ. മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ എത്തുന്നവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ അയക്കുന്നത്. എന്നാൽ കുട്ടികളുടെ പരിശോധനയ്ക്കായി അടുത്ത വർഷത്തേക്കാണ് തീയതി ലഭിക്കുന്നതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. വിഷയത്തിൽ സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അടുത്തിടെയാണ് തൃശൂർ സർക്കാർ മെൻ്റൽ ഹെൽത്ത് ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റിന് സ്ഥലമാറ്റം ലഭിച്ചത്. പിന്നീട് വന്ന സൈക്കോളജിസ്റ്റ് ഗർഭകാല അവധിക്കും പോയി. കൗൺസിലിംഗ് നടത്തി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നൽകേണ്ടത് ഈ സൈക്കോളജിസ്റ്റാണ് അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നതിനാൽ തന്നെ പല ബോർഡുകളുടെ കീഴിൽ പഠിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ തുടർ പഠനത്തെ പോലും ഇത് ബാധിക്കുന്നുവെന്നതാണ് സൂചന. CBSE സിലബസിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒഴികെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ പകരം മറ്റേതെങ്കിലും വിഷയം തിരഞ്ഞെടുക്കുന്നത് അനുവദനീയമാണ്. അതായത് കണക്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പകരം സംഗീതം, പെയിൻറ്റിംഗ്, ഡ്രോയിങ് അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാം. SSLC, ICSE ബോർഡുകളുടെ കീഴിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് സ്ക്രൈബിൻ്റെ സഹായത്തോടെയാണ് പരീക്ഷ എഴുതേണ്ടത്. ഇതിനായി ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റ് വേണം. ഈ സർട്ടിഫിക്കറ്റുകൾ കൂടി ഹാജരാക്കിയെങ്കിൽ മാത്രമേ പരീക്ഷകൾക്ക് ഉൾപ്പെടെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ക്രൈബിനായി അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സർട്ടിഫിക്കറ്റ് വേണ്ടിവരും. അതിനാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ കുട്ടികളുമായി എത്തിയാൽ ടെസ്റ്റ് നടത്താൻ ആശുപത്രിയിൽ സൈക്കോളജിസ്റ്റ് ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. 1 വർഷത്തിന് ശേഷമാണ് ടെസ്റ്റിനായിട്ടുള്ള തീയതി ലഭിക്കുന്നത്. എന്നാൽ ഓട്ടിസം അടക്കം ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് പരീക്ഷകൾക്കായി സ്ക്രൈബിനെ അനുവദിക്കുന്നതിന് പോലും സൈക്കോളജിസ്റ്റ് പരിശോധന നടത്തിയ ശേഷം നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഈ പ്രശ്നം ആശുപത്രിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരുന്നെങ്കിലും അവർ കൈമലർത്തുകയാണെന്നും മാതാപിതാക്കൾ പറയുന്നു. അവധിക്ക് പോയ സൈക്കോളജിസ്റ്റിന് പകരം നിയമനം നടത്തിയിട്ടില്ല. ഇതാണ് നിലവിലെ സാഹചര്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. തൃശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും മാതാപിതാക്കൾ കുട്ടികളുമായി ആശുപത്രിയിൽ എത്തുന്നുണ്ട്. എന്നാൽ സൈക്കോളജിസ്റ്റ് ഇല്ലാത്തതിനാൽ ഇവർക്ക് മറ്റൊരു തീയതി നൽകി പറഞ്ഞയക്കുകയാണ്. മടങ്ങിപ്പോകുന്നവരിൽ ഈ വർഷം പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുമുണ്ട്. 10ാം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതേണ്ട കുട്ടിക്ക് 9ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ കാലതാമസമില്ലാതെ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കുട്ടികൾക്ക് യഥാസമയം സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന ആശങ്ക മാതാപിതാക്കൾക്കുണ്ട്. അതേസമയം അവധിക്ക് പോയ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് പകരം നിയമനത്തിനായി ഇന്റർവ്യൂ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത്. നാളെ നടത്താനിരുന്ന ഇന്റർവ്യൂ 16ലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് സൂചന. മുൻപും 4 മാസത്തോളം കാത്തിരിക്കുമ്പോഴാണ് പരിശോധനകൾക്കായിട്ടുള്ള തീയതി ലഭിച്ചിരുന്നത്. IQ ടെസ്റ്റ് വളരെ സമയമെടുത്താണ് ചെയ്യുന്നത്. 4 മണിക്കൂറോളം ഒരു കുട്ടിയുടെ IQ ടെസ്റ്റിനായി സമയം ചെലവഴിക്കേണ്ടി വരും. കോഴിക്കോട് ജില്ലയിൽ 4 ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉള്ളപ്പോൾ തൃശൂർ ജില്ലയിൽ ആകെ ഒരാൾ മാത്രമാണുള്ളത്. ഇതൊരു പ്രതിസന്ധിയാണ്. 1 മാസത്തോളമായി സൈക്കോളജിസ്റ്റ് അവധിയിലാണെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. മുൻപ് സ്ഥലം മാറിപ്പോയ ഒരു സൈക്കോളജിസ്റ്റിനെ 1 മാസത്തേക്ക് നിയമിക്കാനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന് സർക്കാരിൽ നിന്നുള്ള ഉത്തരവ് വേണം. ഒരു ദിവസം 4ഓളം കുട്ടികൾക്ക് മാത്രമാണ് പരിശോധന നടത്താൻ കഴിയുക. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി കുട്ടികൾ എത്തുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു.